2030 നഗരത്തിലുടനീളം 1000 കിലോമീറ്റർ സൈക്കിൾ പാത എന്ന ലക്ഷ്യത്തിലേക്ക് കുതിച്ച് ദുബായ്. ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിലായി 13 പുതിയ ട്രാക്കുകളുടെ നിർമ്മാണം റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പൂർത്തിയാക്കി. പുതിയ ട്രാക്കുകൾ കൂടി പ്രവർത്തന സജ്ജമായതോടെ ദുബായിലെ ആകെ സൈക്ലിംഗ് പാതകളുടെ നീളം 636 കിലോമീറ്ററായി ഉയർന്നു. ദുബായിൽ നിലവിലുള്ള പ്രധാന സൈക്കിൾ ട്രാക്കുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ പാതകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അൽഖവനീജ് മുതൽ അൽമംസർ ബീച്ച് വരെയും അൽവർക്ക മുതൽ സേഹൽ സലാം വരെയും ട്രാക്കുകൾ പരസ്പരം ബന്ധിപ്പിച്ചു. DFC മുതൽ ജുമേറ വരെയുള്ള പാതയും ഇതോടെ പൂർണ്ണമാകും. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രധാന റോഡുകൾക്ക് മുകളിലൂടെയുള്ള സൈക്കിൾ പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, ദുബായ് അലൈൻ റോഡ്, ഷെയ്ഖ് സയ്യിദ് റോഡ്, അൽക്കിൽ റോഡ് എന്നിവിടങ്ങളിലെ കൂറ്റൻ സൈക്കിൾ പാലങ്ങൾ ഈ വർഷം 2ാം ഭാഗത്തോടെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. സുസ്ഥിര ഗതാഗത സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ലോകത്തിലെ മികച്ച 100 സൈക്കിൾ സൗഹൃദ നഗരങ്ങളിൽ ദുബായ് ഇടം പിടിച്ചതായി RTA ഡയറക്ടർ ജനറലും ചെയർമാനുമായ മാത്തറൽ തായർ പറഞ്ഞു. കോപ്പൻഹേഗൻ ഇൻഡെക്സിൽ ഇടം നേടുന്ന മിഡിൽ ഈസ്റ്റിലെ ആദ്യ നഗരമെന്ന സ്ഥാനവും ഇതോടെ ദുബായ്ക്ക് സ്വന്തമായി. താമസ ഇടങ്ങളെ മെട്രോ സ്റ്റേഷനുകളുമായും ബസ് സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഭൂരിഭാഗം ട്രാക്കുകളും. വ്യായാമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി സൈക്ലിങ്ങിനെ ആശ്രയിക്കുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും ഈ സൗകര്യങ്ങൾ വലിയ ആശ്വാസമാണ്. ജനം, ദുബായ്.